ആരുമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തായാലും ഇവിടുന്ന് ആൾ വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് അറിയണം. അമ്മേ ഗൈസ്, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു സോളോ റൈഡ് പോകണമെന്ന്. ഇവിടെ വന്നപ്പം എനിക്കറിയത്തില്ല, അറിയാത്തൊരു സ്ഥലം, ഒരു എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്കാണ്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു കൊക്ക കിട്ടി കേട്ടോ. വിശന്ന് തലയിറങ്ങിയതേ. സംഭവം കൊള്ളാം, ചെറിയൊരു പുള്ളിയും ഒരു മധുരം. ഇവിടെ നമുക്ക് അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നറിഞ്ഞു. അവിടെ പോയിട്ട് ഞാനത് കാണിക്കാം. വെള്ളമൊക്കെ കാണുമെന്ന് ഈ നട്ട് വിണക്കത്ത്. എൻ്റെ പൊന്നു മക്കളെ, സംഭവിച്ച ഒരു രക്ഷയില്ല. അമ്മാതിരി വ്യൂവാ. ഇവിടെ മൊത്തം കൈതയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കൈതത്തോട്ടമാണ്. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ എന്താ പറയുന്നത്, മറ്റേ ഇത് നല്ല ചൂട് കാരണമാണ് മേളിൽ ഓലയൊക്കെ വെട്ടിയിട്ടേക്കുന്നത് കണ്ടോ. മൊത്തം ബിയർ റോട്ടിലൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ബ്ലോക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങറയിലാണ്. ചെങ്ങറ വന്നിട്ട് പിന്നെ എങ്ങോട്ടാണെന്ന് എന്നോട് ചോദിക്കില്ല, ഞാനങ്ങ് വിട്ടു വന്നതാണ്. കറക്റ്റ് ഏതാ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. നല്ല കണ്ണത്ത ദൂരത്ത് ഇങ്ങനെ എസ്റ്റേറ്റ് ഇങ്ങനെ നല്ല രസമൊക്കെ കാണും. പക്ഷെ ഈ സമയത്ത് ഭയങ്കര വെയിലായോണ്ടാന്ന് തോന്നുന്നു. വലിയ ഇച്ചിരി ചൂടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. എനിക്കതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓട്ടോ ഒരു സ്കൂട്ടർ പോകുന്ന രസം. കണ്ട കൈതത്തോട്ടത്തിലൊക്കെ എന്നിട്ട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ ഇവർ ഈ ഓല വെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടോ ഇവിടെ ഇത് ഞാൻ നേരത്തെ കൊക്കോ പറഞ്ഞില്ലേ, തയ്ക്കണുണ്ടോ. ഒരു തോട്ടത്തിനകത്താണ് കയറി. അതിന് വല്ല സാധനങ്ങളും വല്ലതും കാണുമെന്ന. നല്ല കാട് ഭാഗം കേട്ടോ, എസ്റ്റേറ്റാണ്. ആരുമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് കൊക്കയൊക്കെ നിൽക്കുന്നത്. ഒന്നും പഴുത്ത് അന്നേരം കിട്ടിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു 2 എണ്ണം കൂടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഉടയന്മാരൊക്കെ വരുന്നതിന് മുമ്പേ നാട് പെട്ടെ. പിന്നെ ടേസ്റ്റ് എന്തോന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പ്, അതാണ് ടേസ്റ്റ്. എന്തായാലും ഇവിടുന്ന് ആൾ വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് അറിയണം. വീടിന് വെളിയിൽ ചെന്ന് വണ്ടി എടുത്ത് പോവാം. കൊള്ളാം സംഭവം. ഞാൻ ഇതുവഴി വന്നപ്പോഴേ ഒരു നല്ലൊരു കോവിലുണ്ട്. നല്ല രസം. നമ്മുടെ പളനിയുടെ ഒക്കെ കണക്ക് ഈ ദേവിയാണ് കേട്ടോ. കൊള്ളാം. അതിൻ്റെ മേളിലാണ് ആ കോവിൽ വരുന്നത്. ഇത്രയും പടി കയറി അവിടെ ചെല്ലണം. നല്ല രസമുണ്ട് ഇതിൻ്റെ ആ ഒരു വർക്കൊക്കെ അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്തിനോട് ഇവിടെ പറയുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.